തേൻ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു വത്തക്ക വെള്ളം നോമ്പൊക്കെ കഴിയുമ്പോഴത്തേക്ക് ദിവസത്തിൻ്റെ അവസാനം കുടിക്കാനോ അല്ലെങ്കിൽ ഒരു വാട്ടർമെലൺ ഷേക്ക് ഇതാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് വാട്ടർമെലോൺ ഞാൻ ഏകദേശം ഒരു 1.5 കപ്പോളം വാട്ടർമെലോണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 കപ്പ് പാല്, കുറച്ച് ആൽമണ്ട്സ്, കുറച്ച് ഈന്തപ്പഴം, ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഗാർണിഷിങ്ങിനുള്ള ഡെക്കറേഷൻസ്. ഇവിടെ ഞാൻ ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി വാട്ടർമെലോൺ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് 2 വിധേനയാണ് ഇത് ഞാൻ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് വരുന്നത്. ഇത് ആദ്യമേ ഞാൻ ഇതുപോലെ ഒന്ന് മാഷ് ചെയ്യും. എന്നിട്ട് ഇതിൽ നിന്ന് പകുതി നമ്മൾ മിക്സിയുടെ ജാറിലേക്കിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ പകുതി അതുപോലെ തന്നെ കാണും. ഇവിടെ ഞാൻ ആവശ്യത്തിന് ഷുഗർ, അത് അവനവൻ്റെ ഇഷ്ടമാണ്. ഡയബറ്റിക് ഒക്കെ ആയിട്ടുള്ളവർ ഷുഗർ ഇടേണ്ട കാര്യമേ ഇല്ല, കാരണം വാട്ടർമെലോണ് ചെറുതായിട്ടൊരു മധുരമുണ്ട്. ഇപ്പം ഈ പകുതി വാട്ടർമെലോൺ എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തതാണ്. അത് ഈ വാട്ടർമെലോണിൻ്റെ ചെറിയ കഷ്ണങ്ങളിലേക്ക് ആഡ് ചെയ്യുക. വെള്ളം ഇതിന് ആഡ് ചെയ്യത്തില്ല, കാരണം ഇതിനകത്ത് ഓൾറെഡി ഒത്തിരി വെള്ളമുണ്ട് ഈ വാട്ടർമെലോണിൻ്റെ അകത്ത്. പിന്നെ ആവശ്യത്തിന് പാലും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത്രയും ചെയ്തിട്ട് ഞാൻ ഒരിക്കലും മിക്സിയിലിടത്തില്ല. ഇത് ശരിക്കും ഇവിടുത്തെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഇവരുണ്ടാക്കുന്ന ഒരു നോമ്പ് ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഡേറ്റ്സ് ഇടുക. ഡേറ്റ്സ് അല്ലെങ്കിൽ ഈന്തപ്പഴം, ഇതും കുറച്ച് മധുരം നൽകും. പിന്നീട് കുറച്ച് നട്ട്സും കൂടെ ഇടുക. ഇവിടെ ഞാൻ ആൽമണ്ട്സിൻ്റെ നട്ട്സാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് കുറച്ചുകൂടെ ടേസ്റ്റും തരും, കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. ഇപ്പോൾ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള വത്തക്ക വെള്ളം അല്ലെങ്കിൽ വാട്ടർമെലൺ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഈസി ആയിട്ടുണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്, ഷൈന തോമസ്.